जमीन पर फैला लाल रंग का ये विशाल विस्तार वास्तव में पालक की एक किस्म है। वेतांगरा चीरा या वेतांगरा पालक को जो चीज वास्तव में खास बनाती है वो है तिरुवनंतपुरम के बाहरी इलाके में स्थित एक कृषि गांव वेतांगरा से जुड़ा इसका रिश्ता। कभी धान और सब्जी की खेती के केंद्र के तौर पर मशहूर रहे इस गांव में वेतांगरा पालक की विरासत का श्रेय मुख्य रूप से यहाँ के किसान तंगई नाडार को जाता है। അരുൺ ചീരയാണ് ചെയ്തിട്ട് വന്നത്. അത് പിന്നെ ഇവിടെ മുറിച്ച് കൊടുത്തിട്ട് ബാക്കി നമ്മൾ ഉദയങ്ങളെ മാർക്കറ്റിലാണ് കൊണ്ടുപോകുന്നത്. അവിടെ കൊണ്ടുപോയപ്പോഴത്തേക്ക് വേറൊരാൾ കൊണ്ടുവന്ന ചീരയിൽ ഇത് വെറൈറ്റി ആയിട്ട് ഒരു തൈ കാണുകയും ആ തൈ ചോദിച്ച് വാങ്ങി അതിനെ കൊണ്ടുവന്നിട്ട് അതിൽ നിന്ന് വിത്ത് ഉൽപ്പാദിപ്പിച്ച് ഞാൻ വിത്തെടുത്ത് അതിനെ ചെയ്തപ്പോഴത്തേക്ക് നല്ല വിളവും നല്ല വെറൈറ്റി കളറുമായിട്ട് തോന്നി. അങ്ങനെ ഞാനും ആ വിത്ത് എടുത്ത് പിന്നെ വ്യാപകമായ രീതിയിൽ അത് തന്നെ ചെയ്തു കൂടെയുള്ള കർഷകർക്കും കൊടുത്തു. ഇപ്പോൾ കേരളം മൊത്തം കൊറിയറായിട്ട് അയച്ചു കൊടുക്കുക. वेतांगरा पालक के अनोखे रंग और स्वाद ने इसे इस इलाके के लोगों के बीच खास तौर से मशहूर कर दिया है. വളരെ മധുരം, ആഹാരം കഴിക്കുമ്പോൾ ചോറുമായി ഇതിനെ മിക്സ് ചെയ്യുമ്പോൾ നല്ല ചുവപ്പ് കളറാണ് ഇതിന് വരുന്നത്. നമ്മൾ അതിൽ മഷി ചുവന്ന മഷി ഒഴിക്കുന്ന അതേ ലാഘവത്തോടെ നമുക്കിത് കഴിക്കാം. അത്രയും കളർഫുള്ളായിട്ടാണ് ആ ചോറ് ചുവപ്പ് കളറിൽ ഇങ്ങനെയാണ് വരുന്നത്. ഇത് കൃഷി ചെയ്യുമ്പോൾ നമുക്ക് ഒരു വർഷം വരെ വ്ലാത്താങ്കര ചീര നമുക്ക് പരിപാലിച്ചെടുക്കാൻ സാധിക്കുന്നുണ്ട്. ഓരോ മാസവും നമുക്ക് കട്ട് ചെയ്ത് അതിനെ ഉപയോഗിക്കാം. പെട്ടെന്ന് പൂ വരുന്ന ഐറ്റം അല്ല. हर तरह के मौसम में पनपने वाली वेतांगरा पालक के हर पौधे से हर साल 10 से 15 किलो तक की बेहतरीन उपज मिलती है. इसी वजह से ये खास पालक किसानों को काफी भा रही है.